2015-16 കാലത്താണ് നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായ ഐക്യം കെട്ടിപ്പടുക്കാൻ നമ്മുടെ വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഒരു ശ്രമം നടത്തിയത്. ശ്രമം ഭാഗികമായി വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് പൊതുവെ തന്നെ സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം വളരെ കാര്യമായിട്ട് നടത്തിയിരുന്നു. ലീഗും കേരള കോൺഗ്രസുമാണ് UDF ഭരണത്തിൽ പ്രധാന പങ്കാളിത്തം കൈയാളുന്നതെന്ന് കോൺഗ്രസ്സിന് പറയത്തക്ക റോളൊന്നുമില്ല. ഭൂരിപക്ഷ സമുദായങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെടുകയാണ് എന്നൊരു തോന്നൽ, അതിലെന്തുമാത്രം സത്യമുണ്ടെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ അങ്ങനൊരു തോന്നൽ ഈ നായന്മാർക്കും ഈഴവർക്കും മറ്റ് ഹിന്ദു സമുദായങ്ങൾക്കും ഇടയിലുണ്ടായിരുന്നു. അത് വിരൽ ചൂണ്ടിയത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി, KM മാണി എന്നിവർക്കും നേരെയായിരുന്നു. അങ്ങനെ ആ ഒരു വികാരം ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യം മുതൽക്ക് സംസ്ഥാനത്ത് നീറിപ്പോകാൻ തുടങ്ങി. തുടർന്നുള്ള പല സംഭവങ്ങളും അതിന് ആക്കം കൂട്ടി. ഒടുവിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വളരെ പ്രകടമായി. അവിടെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി M വിജയകുമാർ വളരെ പിന്നിലായിപ്പോയി. തൊട്ടു പുറകെ BJPയുടെ O രാജഗോപാലും എത്തിച്ചേർന്നു. BJPക്ക് അരുവിക്കര പോലൊരു മണ്ഡലത്തിൽ അത്ര അധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഭൂരിപക്ഷ സമുദായ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഐതിഹാസികമായ ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് സമത്വ മുന്നേറ്റ യാത്ര എന്നോ മറ്റോ പേരിട്ട ഒരു യാത്ര അങ്ങ് കാസർഗോഡല്ല, അതിനപ്പുറത്ത് കർണാടകത്തിൻ്റെ തെക്കേറ്റത്തു നിന്ന്, കർണാടകത്തിൻ്റെ വടക്കേറ്റത്തു നിന്ന് ആരംഭിച്ചു തിരുവനന്തപുരത്ത് വന്ന് സമാപിച്ചു. അതിനിടയ്ക്കാണ് അദ്ദേഹം ആലുവയിൽ വന്ന് ഗംഭീരമായൊരു പ്രസംഗം നടത്തി പുള്ളിയുടെ പേരിൽ മതവികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് കേസൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്കും സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടായി. തുടർന്നാണ് അദ്ദേഹം BDJS എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചത്. ഈ നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് SNDP ആയിരുന്നു അതിൻ്റെ പ്രധാന സംഘടക സ്ഥാനത്തുണ്ടായിരുന്നത്. NSS ഇതുമായിട്ട് പൂർണ്ണമായിട്ടും നിസ്സഹരിച്ചു. മറ്റ് സമുദായ സംഘടനകൾ ഏറിയും കുറഞ്ഞും വെള്ളാപ്പള്ളിയോട് സഹകരിച്ചു എന്നുള്ളതാണ് ചരിത്രം. BDJS കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ കൊടുങ്കാറ്റൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പല മണ്ഡലങ്ങളിലും UDFനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് BDJS പിടിച്ച വോട്ടുകൊണ്ടാണ്. മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റുമാനൂർ, വൈക്കം, തൃപ്പൂണിത്തുറ, അതുപോലെ വൈപ്പിൻ, അതിനപ്പുറം കൊടുങ്ങല്ലൂർ, ചാലക്കുടി, മണലൂർ, നാട്ടിക, ഇങ്ങനെയുള്ള സീറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ BDJS വ്യാപകമായിട്ട് വോട്ട് പിടിക്കും. അവർ പിടിച്ച വോട്ട് നിർണായകമാംവിധം UDFൻ്റെ പരാജയത്തിൽ അഥവാ LDFൻ്റെ വിജയത്തിൽ എത്തിച്ചേരിച്ചു. ഒരു എണ്ണി പറയാവുന്ന ഉദാഹരണം ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയിൽ 3 തവണ ജയിച്ച ആളാണ് തോമസ് ഉണ്ണിയാടൻ. അവിടെ SNDP യോഗത്തിൻ്റെ ഒരു യൂണിയൻ പ്രസിഡന്റ് ആണ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, BDJS അല്ല. ഇദ്ദേഹം ഭിന്നിപ്പിച്ച വോട്ടുകൾ, ആ സ്ഥാനാർത്ഥിയുടെ വോട്ട് അതിൻ്റെ 25,000 കടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന LDFൻ്റെ കൗണ്ടിങ് ഏജൻറ്റ് BJPയുടെ സ്ഥാനാർത്ഥിയെ ആലിംഗനം ചെയ്തു എന്നാണ് ചരിത്രം. കാരണം അതുകൊണ്ട് അവിടെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ അരുണൻ വിജയിച്ചു. അല്ലാതെ അരുണൻ മാഷ് ജയിക്കില്ല. അദ്ദേഹം അങ്ങനെ ഗംഭീരനായ ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നില്ല. ആരെങ്കിലും ഒരാളൊന്നും മത്സരിക്കണമല്ലോ തോക്കാൻ വേണ്ടി എന്ന രീതിയിൽ നിർത്തിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്തോ പൊട്ടഭാഗ്യം കൊണ്ട് ഈ BJP സ്ഥാനാർത്ഥി കണ്ടമാനം വോട്ട് പിടിക്കും, അരുണൻ വിജയിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചത്. അവിടെ പ്രൊഫസർ വിശ്വംഭരനായിരുന്നു BJP സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെയധികം വോട്ട് പിടിച്ചു. ആ വോട്ട് K ബാബുവിനെ തോൽപ്പിക്കുകയും M സ്വരാജിനെ ജയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ BDJSന് സാധിച്ചു, അല്ലെങ്കിൽ BDJSുമായിട്ടുള്ള സഖ്യത്തിൻ്റെ പേരിൽ BJPക്ക് സാധിച്ചു. മണലൂർ മണ്ഡലത്തിൽ AN രാധാകൃഷ്ണൻ പിടിച്ച വോട്ട് മാത്രം നോക്കിയാൽ മതി. ഇതെവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്, വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഈ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം മുതലായ ജില്ലകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഒരു ഇവരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ്. ഈഴവ സമുദായത്തിൽ നിന്നും അതിനു മുമ്പ് ഒരിക്കലും കിട്ടാത്ത രീതിയിൽ വോട്ടുകൾ BJPയിലേക്ക് പോയി, അല്ലെങ്കിൽ BJP BDJS മുന്നണിയിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പുതിയ എഡിഷനുമായിട്ട് മുതലാളി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളി 2024, അതായത് കഴിഞ്ഞ വർഷം,
മൈസൂരിൽ നടന്ന SNDP നേതൃത്വ ക്യാമ്പിൽ വെച്ചിട്ടാണ് ഈ പുതിയ മുദ്രാവാക്യം ഇറക്കിയത്. നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു ഐക്യം എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് എതിർഭാഗത്തുള്ളതെന്ന് നമുക്കറിയാം, നമുക്ക് ഊഹിക്കാൻ കഴിയും. നായാടി മുതൽ നമ്പൂരി വരെയായിരുന്നു. ഇപ്പോൾ നമ്പൂരി മാർക്കം കൂടി ഉണ്ടായ നസ്രാണി കൂടി അതിൻ്റെ ഭാഗമായി ചേർന്നു. ഇങ്ങനെ ഒരു സംഗതി കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള സംശയവും ഭയവും പരസ്പരം അവിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വികാരത്തെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പുതിയ മുദ്രാവാക്യവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ളത്. കാന്തപുരം മുസ്ലിയാരുടെ തീട്ടൂരമനുസരിച്ചിട്ടാണ് പിണറായി വിജയൻ നാട് ഭരിക്കുന്നത് സുംബ ഡാൻസിൻ്റെ വിഷയത്തിൽ, അതുപോലെ ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ, സ്കൂളിൽ സമയം മാറ്റുന്നത് സംബന്ധിച്ച് ഒക്കെ കാന്തപുരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് സർക്കാർ ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വസ്തുതാപരമായൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാന്തപുരം മുസ്ലിയാരല്ല സത്യത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത്. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കാന്തപുരത്തിൻ്റെ വിപരീത വിഭാഗമുണ്ട്, EK ഗ്രൂപ്പ്. അപ്പോൾ EK ഗ്രൂപ്പുകാരാണ് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഈ ആവശ്യം വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നത്. മദ്രസ സമയത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ ക്രമീകരിക്കാൻ എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇവരാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഈ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ അമർഷത്തിന് അല്ലെങ്കിൽ ഈർഷ്യയ്ക്ക് കാരണമായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം ദീപിക അതേക്കുറിച്ചൊരു എഡിറ്റോറിയൽ വളരെ ശക്തമായ ഭാഷയിൽ എഴുതി. ദീപികയ്ക്ക് മനോരമ അപേക്ഷിച്ച് സർക്കുലേഷൻ കുറവാണ്, എങ്കിൽ പോലും അവർ പ്രകടിപ്പിക്കുന്നത് കത്തോലിക്ക തിരുസഭയുടെ അഭിപ്രായമാണ്. ദീപിക പത്രാധിപരായിരിക്കുന്ന അച്ഛൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. അത് ആർച്ച് ബിഷപ്പ് മുതൽക്ക് ഇങ്ങോട്ടുള്ള ആളുകളുടെ പൊതുവായ ഒരു വികാരവും തീരുമാനവുമാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ, വളരെ ശക്തമായ ഭാഷയിലാണ് ഈ മുഖപ്രസംഗം വന്നിട്ടുള്ളത്. ഇതൊക്കെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അതുതന്നെയാണ് മറ്റൊരു രീതിയിൽ വെള്ളാപ്പള്ളി നടേശനും ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നു, സാമുദായിക ധ്രുവീകരണം ഉണ്ടാകും. എന്നാൽ ഈ കാര്യമൊന്നും ഈ സമസ്തയുടെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്കോ മനസ്സിലാവുന്നില്ല. അവർ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഈ ദീപിക ഒരു മുഖപ്രസംഗം എഴുതുമ്പോൾ ഇത് ഞങ്ങളുടെ മതത്തിനെതിരായിട്ടുള്ള വലിയൊരു കടന്നാക്രമണമാണ് എന്ന രീതിയിലാണ് ഇതിനെടുക്കുന്നത്. ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായുണ്ടോ? ഈ സർക്കാർ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ച് അവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സ്കൂൾ സമയമാറ്റം മറ്റ് സമുദായങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു? ഇവരിങ്ങനൊരു നിലപാടെടുക്കുന്നതുകൊണ്ട് മറുഭാഗത്തുള്ള ആളുകളുടെ വികാരങ്ങൾ ഏത് രീതിയിൽ അത് ബാധിക്കുന്നു എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഈ സ്കൂളിൻ്റെ പടി കാണാത്ത ചില തലക്കെട്ടുകാരാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ഫത്വകളൊക്കെ ഇറക്കുന്നത് എന്നുള്ളത് കൗതുകകരമാണ്. ബുദ്ധിയും വിവേകമുള്ള ആളുകളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തി ഉണ്ടായിട്ടുണ്ട്. അത് ശിവൻകുട്ടിയുടെ കുഴപ്പമല്ല. ഇതുപോലെ അന്തവും കുന്തുമില്ലാതെ അഭിപ്രായം പറയുന്ന ആളുകളുടെ ഭാഗത്തുള്ള തെറ്റാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ചന്ദ്രഹാസവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നു, ആലപ്പുഴ ജില്ലയിലും മറ്റുമൊക്കെ കുറയുന്നു എന്നൊക്കെയുള്ള ചില വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. പുള്ളി പറഞ്ഞത് ശരിയാണ്. തിരുവിതാംകൂർ ഭാഗത്ത് ആളുകൾ കുടുംബാസൂത്രണം സ്വീകരിക്കും, അതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യ കുറയ്ക്കും. ജനസംഖ്യ കുറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി. അതിൻ്റെ ഫലമായിട്ട് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയി. കോട്ടയം ജില്ലയിൽ കുറഞ്ഞു, പത്തനംതിട്ട ജില്ലയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ആലപ്പുഴ ജില്ലയിൽ കുറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലും ഒന്ന് കുറഞ്ഞു. പക്ഷേ മലബാർ ജില്ലകളിൽ വോട്ടർമാരുടെ എണ്ണവും കൂടി, മണ്ഡലങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. അപ്പോൾ അത് രാഷ്ട്രീയമായ ശക്തി സന്തുലനത്തിന് വലിയ വ്യത്യാസം വരുത്തി. മൂപ്പിലാൻ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞ രീതിയിൽ മാത്രമേ ചെറിയ പ്രയാസമുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പം ഇങ്ങനെയുള്ള വൈകാരികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും നമുക്കറിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ. ഇതിൻ്റെ ഒരു ഉരകല്ലായിട്ട് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല, എങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.